ഗൈസ് അങ്ങനെ അഭ്യൂഹങ്ങൾക്ക് വിട ഈസ്റ്റ് ബംഗാളിലേക്ക് തന്നെ ദിമി ഡയമണ്ടക്കോസ് എന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരം, ഗ്രീക്ക് താരം മാത്രമല്ല ഈ സീസണിലെ ISL ഗോൾഡൻ ബൂട്ട് വിന്നർ പോകുന്നു എന്നുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ദിമി എന്ന താരം എന്നുള്ളത്. കാരണം ലൂണ പോലും പോയ സ്ഥാനത്ത് അദ്ദേഹമായിരുന്നു ആ ഒരു മുന്നേറ്റത്തിലെ ലീഡർഷിപ്പ്, അദ്ദേഹമായിരുന്നു എല്ലാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു അറ്റാക്കിംഗ് നിരയിൽ എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. 13 ഗോളുകൾ അടിച്ചാണ് അദ്ദേഹം ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്ലെയർ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്നത്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി അത് ആ ഒരു താരത്തെ അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിന് നിലനിർത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ISLലും സൂപ്പർ കപ്പിലുമായിട്ട് അദ്ദേഹം 20 ഗോൾ കോൺട്രിബ്യൂഷനാണ് നടത്തിയിട്ടുള്ളത്. സോ അങ്ങനത്തെ ഒരു പ്ലെയറെ ഇനി റീപ്ലേസ്മെൻ്റ് എന്ന നിലയിൽ കൊണ്ടുവരിക എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ചലഞ്ച് തന്നെയാണ്. അത് നോക്കി കാണേണ്ടിയിരിക്കുന്നു. എന്താണെങ്കിലും ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു 2 വർഷത്തെ ഡീലിലാണ് എത്തിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതാണ്ട് 3.5 കോടി അങ്ങനെയൊക്കെയാണ് സാലറി വെച്ചത്. നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല, അഭ്യൂഹങ്ങൾ വെച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. 3.5 കോടിയൊക്കെയാണ് ഒരു പെർ സീസൺ എന്നുള്ള നിലയിൽ സാലറിയൊക്കെ ആയിട്ട് വരിക എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെയാണ്. ISLൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ, ഒരു ഫോറിനറുടെ ഒരു വേജൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഹ്യൂജ് എമൗണ്ട് തന്നെ എന്ന് പറയാം. ഒരു കാര്യം ആലോചിക്കണം, ഇപ്പോൾ മാദി തലാലിനെ എത്തിക്കുന്നു പഞ്ചാബിൽ നിന്ന്. ISL ഇത്തവണത്തെ ഏറ്റവും വലിയ ഒരു ക്രിയേറ്റർ അല്ലെങ്കിൽ അസിസ്റ്റ് പ്രൊവൈഡർ എന്ന് പറയാൻ പറ്റുന്ന താരം. അതിനോടൊപ്പമാണ് ടോപ്പ് സ്കോററെ കൂടി എത്തിക്കുന്നത്. എന്താണെങ്കിലും അത് ഈസ്റ്റ് ബംഗാളിൻ്റെ ഒരു അറ്റാക്കിംഗ് ഗോൾ അടിച്ചു കൂട്ടുന്ന കാര്യത്തിലൊക്കെ ഉറപ്പായി അത് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റ് ഇന്ത്യൻ താരങ്ങളുമുണ്ട്. ഇപ്പോൾ മഹേഷിനെ നന്ദയും പോലത്തെ മറ്റ് താരങ്ങളുണ്ട്. അല്ലെങ്കിൽ വിദേശ താരങ്ങളുടെ കാര്യമൊക്കെ എടുത്താണെങ്കിലും മികച്ച താരങ്ങളുടെ ഒരു സാന്നിധ്യം ഉണ്ട്. എന്നാണെങ്കിലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരു ടോപ്പ് ക്വാളിറ്റി സൈനിങ്സ് എന്ന നിലയിൽ നമ്മൾ പറയുമ്പോൾ എപ്പോഴും മോഹൻ ബഗാൻ, മുംബൈ സിറ്റി FC ആണ് പറയുന്നതെങ്കിൽ ഈ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും അതിൽ നമുക്ക് ചെന്നൈയിൻ FCയുടെ പേരും അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ പേരും ഒക്കെ പറയാവുന്നതാണ്. ഏതൊരു ടീമുകൾക്കും പേടിപ്പിക്കുന്ന തരത്തിലുള്ള സൈനിങ്സൊക്കെ, അതും വലിയ പണം സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈസ്റ്റ് ബംഗാൾ കുക്കിംഗ് ഗൈസ്, കുക്കിംഗ്.